തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളുണ്ട്. അവിടെ സേവാഭാരതിയുടെ ആംബുലൻസിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് പുലർച്ചെ മുതൽ ഒരുപാട് ആംബുലൻസുകളിലും പോലീസ് വാഹനങ്ങളിലുമൊക്കെയായി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവരെ മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കും ഒക്കെ കൊണ്ടുപോയിരുന്നു. ഒരുപക്ഷെ അതിനുവേണ്ടിയായിരിക്കാം. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ വിവിധ ആംബുലൻസുകളിലേക്കായി ആശുപത്രിയിലും RCCയിലും പോകുന്നവരെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളും ചില വാഹനങ്ങൾ ആശുപത്രിയിലേക്കും RCCയിലേക്കും ഒക്കെ സൗജന്യ നിരക്കിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. പോലീസും അതിനുള്ള ക്രമീകരണങ്ങൾ തിരുവനന്തപുരത്ത് ഏർപ്പാടാക്കിയിരുന്നു. തിരുവനന്തപുരത്തും സാധാരണ നിലയിൽ തന്നെയാണ് പണിമുടക്ക് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും TV പ്രസാദും ഒപ്പം തിരുവനന്തപുരത്തെ വാർത്താസംഘവുമുണ്ട്. പലയിടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഷിൻ ഡിയാഗോ ഉണ്ട്. അഷിൻ, ഇപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള കാഴ്ചയാണിത്. അവിടെ ധാരാളം ആംബുലൻസുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ആ ആംബുലൻസുകളിൽ യാത്രക്കാരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാനാണോ? ഓട്ടോ സർവീസ് നടത്തുന്നില്ലെന്ന് തോന്നുന്നു. സ്വകാര്യ ബസ്സും ഇപ്പോൾ സർവീസിലില്ല. KSRTC ബസ്സും ഇല്ല. റെയിൽവേ സ്റ്റേഷനിൽ വന്നുപെടുന്ന യാത്രക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടോ, വലയുന്നുണ്ടോ? അരുൺ, തീർച്ചയായും ഇപ്പോൾ ഈ കാണുന്നത് സേവാഭാരതി ഒരുക്കിയിട്ടുള്ള ആംബുലൻസുകളാണ്. ഇവിടെ എത്തുന്ന രോഗികൾക്ക്, പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ RCCയിലേക്ക് പോകുന്ന രോഗികൾക്കും മറ്റ് ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്കും സൗജന്യമായി ആംബുലൻസ് സർവീസ് നടത്തുകയാണ് സേവാഭാരതി. ഇവരുടെ 7ഓളം ആംബുലൻസുകളാണ് നിലവിലിപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമായി സേവനം നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ ഇവരുടെ ആംബുലൻസുകളിൽ നിന്നും നിരവധി രോഗികളെ മാറ്റിയിരുന്നു. ഒപ്പം തന്നെ പോലീസിൻ്റെ ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. പോലീസിൻ്റെ 2 ബസ്സുകളാണ് ഇപ്പോൾ ഇടവിട്ട് തമ്പാനൂർ ഭാഗത്ത് നിന്ന് മാത്രമായി സർവീസ് നടത്തുന്നത്. മാത്രമല്ല ഈസ്റ്റ് ഫോർട്ട് ഭാഗത്തു നിന്നും പോലീസ് ബസ്സിൻ്റെ സാന്നിധ്യത്തിൽ പോലീസ് ബസ് സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലെ മുതൽ വലിയ തിരക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനിലും KSRTC ബസ് സ്റ്റാൻഡിലും അനുഭവപ്പെട്ടതെങ്കിൽ പോലും പോലീസിൻ്റെ ഈ ഒരു ഇടപെടൽ, അതുപോലെ തന്നെ ചില സന്നദ്ധ പ്രവർത്തകരും സ്വകാര്യ വ്യക്തികളും തങ്ങളുടെ വാഹനങ്ങൾ ഇന്ന് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വിട്ടു നൽകിയിട്ടുണ്ട്. അങ്ങനെ ജനജീവിതം സാധാരണഗതിയിൽ ആകുന്നതിന് ഉതകുന്ന രീതിയിൽ സഹായങ്ങൾ പല മേഖലയിൽ നിന്നും എത്തുന്നതുകൊണ്ട് യാത്രക്കാർ അത്ര വലിയ രീതിയിൽ വലഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും രോഗികൾക്കെല്ലാം ആശുപത്രിയിലേക്ക് എത്തുന്നതിനുള്ള മുൻഗണന അനുസരിച്ചുള്ള വാഹന ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നേതൃത്വത്തിലും ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ഇറങ്ങി വരുമ്പോൾ തന്നെ അവർക്ക് പോകേണ്ട ആളുകളെ ചോദിച്ച് മനസ്സിലാക്കി എവിടെ നിന്നാൽ ബസ് കിട്ടും എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പറഞ്ഞു നൽകുന്നുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ എന്തായാലും തമ്പാനൂരിൽ എത്തുന്നവർക്ക് യാതൊരു വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ചില ഡിപ്പോകളിലെല്ലാം KSRTC ഡിപ്പോകളിലെല്ലാം നേരിയ തോതിൽ ഒരു അക്രമ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ പോലീസും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒരു വിധത്തിൽ ആണ് പോലീസുകാർ ഈ സമരാനുകൂലിയെ മാറ്റിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബസ്സുകൾ വലിയ തരത്തിൽ ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ട ബസ്സുകളെ തടഞ്ഞിരുന്നു. മാത്രമല്ല നെയ്യാറ്റിങ്ങരയിലും കാട്ടാക്കടയിലും എല്ലാം തന്നെ ബസ്സുകൾ തടഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേച്ചി, നിങ്ങളൊക്കെ എങ്ങോട്ട് വന്നിക്കുന്ന, എവിടെ വന്നിക്കുന്ന ചേച്ചി? PMG. ഇപ്പോൾ വേറെ ബസ് വരാമെന്ന് പറഞ്ഞില്ലേ? പോലീസ് ബസ് തന്നെയല്ലേ? പോലീസ് ബസ് വരും. അരുൺ, അത് തന്നെയാണ്, പോലീസ് ബസ് ഉള്ളത് കൊണ്ടാണ് യാത്രക്കാർ അധികം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നത് എന്നുള്ള